ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു പാവക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അച്ചാർ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാവക്ക ഉപ്പുള്ള വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 2-3 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാവക്ക തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച കയ്പക്ക ചേർത്ത് കൊടുക്കണം. ഇനി പാവക്ക മസാലയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കണം.
ഇനി അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.